ഒളിച്ചുകളി തുടരുന്നു എന്ന് രാവിലത്തെ പത്രത്തിൽ വന്നുവെങ്കിലും ഇന്നലെ രാത്രി 2:30 തന്നെ പുലർച്ചെ 2:30 തന്നെ പോലീസ് സംഘം അതീവ രഹസ്യമായി അർജുൻ ആയങ്കിയെ പിടികൂടിയത് ആരും അറിഞ്ഞില്ല. സത്യത്തിൽ അർജുൻ ആയങ്കി ആദ്യ ദിവസം മുതൽ തന്നെ ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരുന്നതും എവിടെ നിന്നാണ് ഈ ചരടുവലികൾ നടത്തുന്നത് എന്നതും ഒക്കെ തന്നെ പോലീസിന് കൃത്യമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ചാടിപ്പിടിച്ച് അർജുൻ ആയങ്കിക്ക് ഒരു ഹീറോ പരിവേഷം നൽകാൻ തൽക്കാലം പോലീസ് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ രഹസ്യമായ ഇത്തരം നീക്കങ്ങൾ നടത്തിയത്. അർജുൻ ആയങ്കി അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു എന്ന സത്യത്തിൽ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന മറ്റ് താമസക്കാർക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. അവരടക്കമുള്ളവർ ഞെട്ടലോട് കൂടിയാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി സംഭവിച്ച സംഭവ വികാസങ്ങളെ ഓർത്തെടുക്കുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ പോലീസിനെയും സർക്കാരിനെയും പരസ്യമായി വെല്ലുവിളിച്ച് ഒളിവിലിരുന്ന കുപ്രസിദ്ധ കുറ്റവാളി അർജുൻ ആയങ്കി പോലീസ് വലയിലായതോടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് വിജയൻ എന്നല്ല, ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ചെയ്യർതാൻ ചൊല്ലുവേൻ, സ്വൽപത് മട്ടും താൻ ചെയ്യുവേൻ. അതായത് ചെയ്യുന്നത് മാത്രമേ പറയൂ, പറയുന്നത് മാത്രമേ ചെയ്യുകയുമുള്ളൂ എന്ന തമിഴ് സിനിമ ഹിറ്റ് ഡയലോഗ് ഉദ്ധരിച്ചുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ് നിമിഷങ്ങൾക്കകമാണ് തരംഗമായത്. പിടിക്കാമെങ്കിൽ എന്നെ പിടിച്ചോളൂ എന്ന പോലീസിനോട് വീരവാദം മുഴക്കിയ ആയങ്കിക്ക് ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് കണ്ടോളൂ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നൽകിയ മുന്നറിയിപ്പാണ് പോലീസിന്റെ അടിയന്തര ആക്ഷനായി മാറിയത്. വെല്ലുവിളിച്ച് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ ഒരു വെടിയൊച്ച പോലും ഉയർത്താതെ പഴുതടച്ച കണ്ണൂർ ഓപ്പറേഷനിലൂടെ DIG കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആയങ്കിയെ ഫ്ളാറ്റിൽ നിന്ന് തൂക്കുകയായിരുന്നു. ദിവസങ്ങളോളം പോലീസിനെ വെട്ടിച്ചു നടന്ന കുറ്റവാളിയെ സാഹസികമായും ശാസ്ത്രീയമായും വലയിലാക്കിയതോടുകൂടി കേരള പോലീസിന്റെ ഇമേജും ഗ്രാഫും ഒരുപോലെ ഉയർന്നിരിക്കുകയാണ്. മുൻപ് ഒളിവിലിരുന്ന പോലീസിനെ പരിഹസിച്ച ക്രിമിനലുകൾക്ക് കൃത്യമായ മറുപടി നൽകാൻ രമേശ് ചെന്നിത്തലയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിനും ക്രമസമാധാന പാലകർക്കും സാധിച്ചുവെന്നാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്ന പ്രശംസ. എടപ്പാളിലും തൃശൂരിലും കണ്ണൂരിലുമായി മാറി മാറി ഒളിവിൽ കഴിഞ്ഞ ആയങ്കിയുടെ ഒളിത്താവളങ്ങൾ സൈബർ സെല്ലിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും സഹായത്തോടെ പോലീസ് തുടർച്ചയായി തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഒടുവിൽ കണ്ണൂരിലെ അഭിഭാഷകയുടെ ഫ്ളാറ്റിൽ പ്രതിയുണ്ടെന്ന് ഉറപ്പിച്ച പോലീസ് യാതൊരുവിധ മുൻകൂട്ടി സൂചനകളും നൽകാതെ മിന്നലാക്രമണം നടത്തിയാണ് ആയങ്കിയെ കീഴടക്കിയത്. UDF സർക്കാരിനെയും ഈ ഓപ്പറേഷൻ ഇരട്ടി ഊർജ്ജമാണ് നൽകുന്നത്. പോലീസിന്റെ ആത്മവീര്യത്തെ ചൊല്ലിയും ക്രമസമാധാന തകർച്ചയെക്കുറിച്ചും പ്രതിപക്ഷം മുൻപ് ഉയർത്തിയ വിമർശനങ്ങളുടെ നട്ടലൊടിക്കുന്നതാണ് ഈ മിന്നൽ അറസ്റ്റ്. ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് വിഷയം ഏറ്റെടുക്കുകയും പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തതോടുകൂടിയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ ആയിരക്കണക്കിന് ലൈക്കുകളും ഷെയറുകളും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലഭിച്ചു കഴിഞ്ഞു. ആഭ്യന്തര വകുപ്പിന്റെയും രമേശ് ചെന്നിത്തലയുടെയും ഉറച്ച നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട് നിരവധി ആളുകൾ പോസ്റ്റിന് താഴെ കമന്റുകളുമായി എത്തുന്നുണ്ട്. ക്രിമിനലുകളോട് യാതൊരു ദാക്ഷിണ്യവും ഇല്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ സർക്കാർ നൽകുന്നത്. മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് വിജയൻ എന്നല്ല, ചെന്നിത്തല, രമേശ് ചെന്നിത്തല. പോലീസിനെ അപമാനിക്കാനും ഭരണ സംവിധാനത്തെ വെല്ലുവിളിക്കാനും തുനിഞ്ഞിറങ്ങുന്ന മറ്റ് സോഷ്യൽ മീഡിയ ആയങ്കിമാർ ഈ അറസ്റ്റ് വലിയൊരു പാഠമാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വേഷം മാറിയും ഡിജിറ്റൽ തന്ത്രങ്ങൾ ഉപയോഗിച്ചും ഒളിവിലിരുന്നാലും നിയമത്തിന്റെ നീണ്ട കരങ്ങൾ ഏതൊരു കുറ്റവാളിയുടെയും കഴുത്തിലെത്തുമെന്നതിന്റെ തെളിവാണ് ഈ സംഭവം. അറസ്റ്റിലായ ആയങ്കിക്കെതിരെ കൂടുതൽ കേസുകൾ ചുമത്താനും കാപ്പ നടപടികളിലേക്ക് കടക്കാനും പോലീസ് ഒരുങ്ങുകയാണ്. ഇതോടെ മാസങ്ങളോളം ആയങ്കിക്ക് ജയിലിന് പുറം ലോകം കാണാൻ കഴിയില്ലെന്ന് ഉറപ്പായി. ഇയാൾക്ക് സഹായം നൽകിയ സുഹൃത്തുക്കളെയും സഹായികളെയും പോലീസ് ഒന്നൊന്നായി കസ്റ്റഡിയിലെടുത്ത് വരികയാണ്. കണ്ണൂരിൽ വെച്ച് പ്രാഥമിക ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാക്കിയ ഇയാളെ എറണാകുളത്തേക്ക് മാറ്റിയ ശേഷം കൂടുതൽ ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കും. ADGPയുടെയും DIGയുടെയും നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് തുടരന്വേഷണം പുരോഗമിക്കുന്നത്. ചെറിയൊരു വെടിവെപ്പ് പോലും നടത്താതെ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ അങ്ങേയറ്റം പ്രൊഫഷണലായി ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് കേരള പോലീസിന്റെ കരിയറിലെ മറ്റൊരു പൊൻതൂവലായി മാറിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയുടെ ശക്തമായ നേതൃത്വവും കാർത്തിക് IPSന്റെ അന്വേഷണ മികവും ഒത്തുചേർന്നപ്പോൾ ആയങ്കിയുടെ എല്ലാ വീരവാദങ്ങളും ചീറ്റിപ്പോവുകയായിരുന്നു. ദിവസങ്ങളോളം പോലീസിനെയും ഭരണ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച് ഒളിവിലിരുന്ന കുപ്രസിദ്ധ കുറ്റവാളി അർജുൻ ആയങ്കി ഒടുവിൽ വലയിലായത് സിനിമാ കഥകളെ പോലും വെല്ലുന്ന നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ്. തളിപ്പറമ്പിലെ ലോഡ്ജിൽ നിന്ന് ഇറങ്ങി പയ്യന്നൂരിലേക്ക് ഓട്ടോ പിടിച്ചതും ഓട്ടോക്കാരന്റെ ഫോണിൽ നിന്ന് സുഹൃത്തിനെ വിളിച്ചതുമാണ് ആയങ്കിയുടെ ഒളിവ് ജീവിതത്തിന്റെ കഥ മറ്റൊരു വഴിയിലെത്തിയത്. ഉച്ചയ്ക്ക് 3:30 ലഭിച്ച ഒറ്റ സൂചനയിൽ നിന്ന് രാത്രി 2 മണിക്ക് നടത്തിയ കൃത്യതയാർന്ന സർജിക്കൽ സ്ട്രൈക്കിലൂടെയാണ് കണ്ണൂരിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ക്രമസമാധാന പാലകർ ആയങ്കിയെ പൊക്കിയത്.
കണ്ണൂർ തളിപ്പറമ്പിലെ രഹസ്യ ലോഡ്ജിലായിരുന്നു ആയങ്കി കുറച്ചു ദിവസങ്ങളായി തങ്ങിയിരുന്നത്. എന്നാൽ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം തളിപ്പറമ്പിലെ ഒളിത്താവളം മനസ്സിലാക്കിയെന്ന് സൂചന കിട്ടിയതോടുകൂടി പ്രതി അവിടെ നിന്നും അതിവേഗം രക്ഷപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പയ്യന്നൂർ ഭാഗത്തേക്ക് പുറപ്പെട്ടു. ഈ യാത്രാവേളയിൽ ആയങ്കിക്ക് വൻ പിഴവ് സംഭവിച്ചു. സ്വന്തം ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നതിനാൽ ഇയാൾ ഓട്ടോ ഡ്രൈവറുടെ ഫോൺ വാങ്ങി സുഹൃത്തായ ജിതിനെ വിളിക്കുകയായിരുന്നു. മാത്രവുമല്ല, ആയങ്കിയുടെ പെരുമാറ്റത്തിലും വിളിയിലും സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ ഇയാൾ ഇറങ്ങിപ്പോയതിന് തൊട്ടു പിന്നാലെ വിവേകപൂർവ്വം വിവരങ്ങൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഈ ഫോൺ കോളാണ് കേസിൽ നിർണായക വഴിത്തിരിവായത്. ഓട്ടോക്കാരൻ നൽകി ജിതിന്റെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് അതിവേഗം അന്വേഷണം ഊർജിതമാക്കി. നിമിഷങ്ങൾക്കകം ജിതിനെ പോലീസ് പൊക്കിയെങ്കിലും ആദ്യഘട്ടത്തിൽ ഇയാൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും സത്യം മറച്ചുവെക്കാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. തുടർന്ന് റോഡുകളിലെയും പ്രധാന കവലകളിലെയും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് ജിതിൻ മുന്നിൽ നിർത്തിയതോടുകൂടി ഇയാൾക്ക് നിവർത്തിയാൽ ഇല്ലാതെ വന്നു. ജിതിന്റെ കാറിലാണ് ആയങ്കി യാത്ര ചെയ്തതെന്നും കണ്ണൂർ നഗരത്തിലെ ഒരു ലേഡി അഡ്വക്കേറ്റിന്റെ ഫ്ളാറ്റിലാണ് ഇയാൾ പോയതെന്നും ജിതിൻ തുറന്നു പറഞ്ഞു.